വെൽക്കം ടു ആർജി ടോക്സ്. ഇന്ന് ഐ പി ഒകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിൽ ഡോംസ് ഐ പി ഒ ഏകദേശം 60% GMP പ്രൈസുള്ള ഡോംസ് ഐ പി ഒ 15-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യ ഷെൽട്ടർ ഐ പി ഒ അത് നമുക്ക് ഏകദേശം 30% GMP ആണ് നൽകുന്നത്. അതും ഇതേപോലെ തന്നെ 15-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനോക്സ് ഇന്ത്യ ഐ പി ഒ അത് നമുക്കൊരു 50% മുകളിൽ റിട്ടേൺസ് നൽകുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 18-ാം തീയതിയാണ്. അടുത്തായി നമ്മൾ നോക്കുന്ന ഐ പി ഒ ആണ് മോട്ടിസൺ ജ്വല്ലേഴ്സ്. ഏകദേശം 150% GMP ഉള്ള ഈ ഐ പി ഒ ഡിസംബർ 20 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഡിസംബർ 18-ാം തീയതിയാണത് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ടൈം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന അടുത്ത ഐ പി ഒ ആണ് മുത്തൂറ്റ് മൈക്രോഫിൻ ഐ പി ഒ. ഇതും അത്യാവശ്യം ഒരു 40%-ന് മുകളിൽ GMP നമുക്ക് തരുന്ന ഒരു ഐ പി ഒ ആണ്. ഓക്കെ, ഇനി അടുത്തതായി വരുന്നത് സുരാജ് സ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ഐ പി ഒ. ഇത് നമുക്ക് 15% മാത്രമാണ് റിട്ടേൺസ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് അടുത്തൊരു എന്താ പറയുക ചാർട്ടാണ്. അതിൽ ഏകദേശം എത്ര എക്സ്പെക്റ്റഡ് ഗെയിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോംസ് ഐ പി ഒ നമുക്കത് നോക്കിയാൽ അറിയാം, 60%-ഓളം ഗെയിം പറയുന്നുണ്ട്. ഇന്ത്യ ഷെൽട്ടർ 27%, മോഡ്സൺ ജ്വല്ലേഴ്സ് ഒരു 136%, ഇനോക്സ് ആണെങ്കിൽ 50%-ഓളം. ഇനോക്സ് മാത്രമല്ല, നമ്മുടെ മുത്തൂറ്റ് മൈക്രോഫിൻ ഐ പി ഒ ഇതും സെയിം ഏകദേശം 50%-ഓളം കാണിക്കുന്നുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഒരു ഏകദേശ ഗെയിനാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് നേരത്തെ പറഞ്ഞതിനകത്തു നിന്നും ചെറിയൊരു വ്യത്യാസമൊക്കെ കാണുന്നുണ്ട്. പല സൈറ്റുകളിലും ചെറിയ റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഏകദേശം ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഒരു നമ്മൾ എന്താ പറയുക അനലൈസ് ചെയ്യുന്നത്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന ഐ പി ഒനെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ റെഡിയാക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ചാർട്ടും കൂടി ഞാൻ എടുക്കുകയാണ്. അതിൽ നമുക്ക് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്ന ടൈം, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, അതുകൂടാതെ ഒരു ഷെയറിന് എത്രയാണ് വാല്യൂ, അതുകൂടാതെ ഒരു ലോട്ടിൽ എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ വരുന്ന ഐ പി ഒകളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും എത്രയാണ് ഓരോ ഷെയറിനും വാല്യൂ എത്രയാണെന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. സോ ഐ പി ഒ എല്ലാവരും അപ്ലൈ ചെയ്യുക. കാരണം അതെല്ലാം എന്താ പറയുക നമുക്കൊരു ലക്കാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് നല്ലൊരു പെർസെൻറ്റേജാണ്. നമ്മൾ ഒരുപാട് വർഷങ്ങൾ എന്താ പറയുക നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന റിട്ടേൺസാണ് ഒറ്റയടിക്ക് നമുക്ക് കിട്ടാൻ പോകുന്നതും വെറും ഒരാഴ്ച 2 ആഴ്ച കൊണ്ടൊക്കെ നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. സോ എല്ലാവരും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എല്ലാ ഐ പി ഒകളും നല്ല പെർസെൻറ്റേജ് തന്നെയാണ് ഈ അടുത്തൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. IREDA, ടാറ്റ ടെക്നോളജീസ്, പിന്നെ IEX എല്ലാ കമ്പനികളും ഐ പി ഒകളും നല്ല റിസൾട്ട് വരുന്നുണ്ട്. സോ നല്ല GMP നോക്കിയുള്ള ഐ പി ഒകൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.